ഗൈസ്, വെൽക്കം ബാക്ക്. ഇന്നൊരു അടിപൊളി വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത്. നിങ്ങൾക്ക് എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെടുമെന്ന് ഞങ്ങൾക്ക് ഉറപ്പാണ്. ഇൻട്രോ കണ്ടപ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലായി കാണുമല്ലേ നമ്മൾ എങ്ങോട്ടാ പോകുന്നതെന്ന്. അതെ, കോട്ടൺ ഫാബ് എക്സിബിഷൻ വന്നിട്ടുണ്ട്. ഓൾമോസ്റ്റ് 1 month ആയി. ജൂൺ 28 തീരുമെന്നാണ് ആദ്യം പറഞ്ഞത്. അതുകൊണ്ട് തന്നെ ഞങ്ങളൊരു ജൂൺ മിഡൊക്കെ ആയപ്പോൾ തന്നെ പോയിട്ടുണ്ടായിരുന്നു. പക്ഷെ അവിടെ ചെന്നപ്പോഴാണ് അറിഞ്ഞത് ഓഗസ്റ്റ് 17 വരെ ഇത് എക്സ്റ്റെൻഡ് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് ഇനി പോകാത്തവരാരും തന്നെ വിഷമിക്കണ്ട. ഓഗസ്റ്റ് 17 വരെ ടൈം ഉണ്ട് കേട്ടോ. അതുകൊണ്ട് തന്നെ ഞങ്ങൾ ഓഗസ്റ്റ് ഒക്കെ ആകുമ്പോൾ ഈ വീഡിയോ ഇടാമെന്ന് വിചാരിച്ചു. കാരണം കുറേ പേര് വിചാരിച്ചിട്ടാണോ അയ്യോ ജൂൺ 28 കഴിഞ്ഞു പോയല്ലോ, ഞങ്ങളത് മിസ് ചെയ്തല്ലോ എന്ന്. അങ്ങനെ സങ്കടപ്പെട്ടിരിക്കുന്നവർക്ക് വേണ്ടിയിട്ടുള്ള കേട്ടോ ഈ വീഡിയോ. അപ്പൊ ഇനി ആരെങ്കിലൊക്കെ പോകാനുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് കലൂരോട്ട് വിട്ടോ, ഒരിക്കലും മിസ് ചെയ്യരുത്. അത്രയും ഒരു അടിപൊളി എക്സിബിഷനാണ് നടക്കുന്നത്. എൻട്രൻസിൽ നിന്ന് കയറി വരുമ്പോൾ തന്നെ നമ്മൾ ഈ കുപ്പിവളയുടെ സ്റ്റോളാണ് കാണുന്നത്. എല്ലാവരും എന്തായാലും അവിടെ ഒന്ന് കയറിയിട്ടാണ് എപ്പോഴും ബാക്കിയുള്ള സ്റ്റോൾ വിസിറ്റ് ചെയ്യാൻ പോകുന്നത്. കാരണം ഒരുപാട് വെറൈറ്റീസ് ഓഫ് കളക്ഷൻസ് അവിടെ ഉണ്ട്. ലാസ്റ്റ് 3 years ആയിട്ട് ഞങ്ങൾ ഇതുവരെ കോട്ടൺ ഫാബ് എക്സിബിഷൻ മിസ് ചെയ്തിട്ടില്ല. ലാസ്റ്റ് ഇയർ ഞങ്ങൾ ഇവിടെ വന്നതിന്റെ വീഡിയോസ് നമ്മുടെ പേജിൽ നമ്മൾ പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ആ വീഡിയോയ്ക്ക് നല്ല സപ്പോർട്ടാണ് നിങ്ങൾ തന്നത്. ഇനിയും നിങ്ങളുടെ സപ്പോർട്ട് അങ്ങോട്ട് വേണം. ഇനി ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാനുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ഞങ്ങളെ സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ നമുക്ക് ഇനി ഇവിടുത്തെ വിശേഷങ്ങളെ കാണാം. നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്ന സ്റ്റോൾസ് എല്ലാം എൻട്രൻസിൽ നിന്ന് ലെഫ്റ്റിലോട്ട് പോകുമ്പോൾ സ്റ്റോൾസ് ആണ്. അച്ചാറിന്റെ സ്റ്റോൾസ് ഉണ്ടായിരുന്നു, കുറച്ച് ഫുഡ് ഐറ്റംസിന്റെ സ്റ്റോൾസ് ഉണ്ടായിരുന്നു, അതേപോലെ തന്നെ ഹാൻഡ് ക്രാഫ്റ്റ് ഐറ്റംസ്, ഗിഫ്റ്റ് ഐറ്റംസ്, പിന്നെ കുറച്ച് ഓണം കളക്ഷൻസ് ആയിട്ട് സാരി, മുണ്ട് ഒക്കെ ഉണ്ടായിരുന്നു. ഈ കാണിക്കുന്ന സ്റ്റോൾസ് ഒന്നും എൻ്റെ ഏരിയയിലാത്തതുകൊണ്ട് ഞാൻ കൂടുതലും അങ്ങോട്ടേക്ക് ഫോക്കസ് ചെയ്തിട്ടില്ല. ജസ്റ്റ് എല്ലാം ഒന്ന് റാൻഡമിൽ ഏതൊക്കെ സ്റ്റോൾസ് ഉണ്ടെന്നുള്ളതൊക്കെ ഞാൻ നിങ്ങൾക്ക് കാണിച്ച് പോവുകയാണ്. ഞങ്ങൾക്ക് ശരിക്കും പോകേണ്ട അപ്പുറത്തെ സെക്ഷനിലോട്ടാണ്. സാരി, സൽവ, ചിക്കൻ കറി കളക്ഷൻസ് ഒക്കെ കിട്ടുന്ന സ്ഥലത്തോട്ടാണ് നമുക്ക് പോകേണ്ടത്. നമുക്ക് എന്തായാലും ഇനി ഓരോ സ്റ്റോളിൻ്റെയും ഡീറ്റെയിൽ ആയിട്ടുള്ള വിശേഷങ്ങളൊക്കെ അങ്ങ് കാണാം. അപ്പോൾ നമ്മുടെ ഏരിയയിലോട്ട് നമ്മൾ എത്തിയിട്ടുണ്ട്. ഫസ്റ്റ് പോയ സ്റ്റോള് ബാന്തിനി സൽവാർ മെറ്റീരിയൽസും അതേപോലെ തന്നെ സാരി, ഷോളൊക്കെ കിട്ടുന്ന ഒരു കടയിലോട്ടാണ്. നമ്മൾ അവിടുത്തെ കുറച്ച് കളക്ഷൻസ് ഒക്കെ നോക്കി. അത്യാവശ്യം നല്ല കളക്ഷൻസ് ഉണ്ടായിരുന്നു. അതേപോലെ തന്നെ ഈ ഷോളിനൊക്കെ അവർ പറഞ്ഞത് ഒരു 450 സംതിങ് ഒക്കെ ആയിരുന്നു. നമുക്ക് വേണമെങ്കിൽ ബാർഗെയിൻ ചെയ്താൽ ചിലപ്പോൾ കുറച്ച് കിട്ടുമായിരിക്കാം. അതേപോലെ തന്നെ സൽവാർ മെറ്റീരിയൽസ് ഒക്കെ ഒരു 1500 2000 ഒക്കെ ആയിരുന്നു.
നെക്സ്റ്റ് പോയത് ഞങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുള്ള വേറെ സ്റ്റോളിലോട്ടാണ്. ഒരുപാട് ടൈപ്പ് ഓഫ് കളക്ഷൻസ് ഇവിടെ ഉണ്ടായിരുന്നു. ഒരുപാട് അൺസ്റ്റിച്ച് മെറ്റീരിയൽസ്, അതേപോലെ തന്നെ കോട്ടൺ, മൊഡാൽ, അജരക്, ചന്തേരി, അങ്ങനത്തെ എല്ലാ ടൈപ്പ് ഓഫ് മെറ്റീരിയൽസ് നമുക്കിവിടെ ഉണ്ടായിരുന്നു. നമുക്കത് കുർത്തി തയ്ക്കാനും ഫ്രോക്ക് ഓർ സൽവാർ എന്തിനു വേണമെങ്കിലും നമുക്ക് യൂസ് ചെയ്യാം. അതേപോലെ തന്നെ ഒരുപാട് വെറൈറ്റീസ് ഓഫ് മൊഡാലിൻ്റെ ഷോളിൻ്റെ കളക്ഷൻസും ഉണ്ടായിരുന്നു. നമുക്കപ്പോൾ കളക്ഷൻസ് എല്ലാം കാണാം. നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്ന മൊഡാൽ സിൽക്കിന്റെ തന്നെ ദുപ്പട്ട കളക്ഷൻ ആണ്. അതിൽ തന്നെ സെമി ഉണ്ടായിരുന്നു, അതേപോലെ തന്നെ പ്രീമിയം കളക്ഷൻ ഉണ്ടായിരുന്നു. ഈ കാണിക്കുന്നതെല്ലാം ഒരു 650 റേഞ്ചിൽ വരുന്ന ഒരു സെമി മൊഡാലിന്റെ ദുപ്പട്ടാസ് ആയിരുന്നു. ഞാൻ ചേട്ടൻ എടുക്കാൻ പോകുന്നതെല്ലാം പ്യുവർ മൊഡാൽ സിൽക്കിന്റെ പ്രീമിയം ദുപ്പട്ട കളക്ഷൻ ആണ്. ഓൾമോസ്റ്റ് ഒരു 1600 റുപ്പീസ് ഒക്കെ ഉണ്ടായിരുന്നു ആ ദുപ്പട്ടയ്ക്ക്. പക്ഷെ നല്ല മെറ്റീരിയലും നല്ല ലെങ്ത്തും വിഡ്ത്തും ഒക്കെ ഉള്ള അടിപൊളി കളക്ഷൻസ് ആയിരുന്നു കേട്ടോ അവിടെ ഉണ്ടായിരുന്നു. അപ്പോൾ ഈ സ്റ്റോൾ ആരും മിസ് ചെയ്യരുത്. നമ്മളിപ്പോൾ വന്നിരിക്കുന്ന സ്റ്റോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കാന്ത വർക്ക് ചെയ്തിട്ടുള്ള സൽവാർ മെറ്റീരിയൽ, സാരീസ്, ദുപ്പട്ടാസ്, കുർത്തി മെറ്റീരിയൽസ് ഒക്കെ കിട്ടുന്ന ഒരു സ്റ്റോളിലാണ്. ഒരുപാട് നല്ല വെറൈറ്റീസ് ഓഫ് കളക്ഷൻസ് ഇവിടെ ഉണ്ടായിരുന്നു കേട്ടോ. നിങ്ങൾക്ക് അപ്പോൾ ചെക്ക് ചെയ്യാം. കാന്ത വർക്ക്സ് ഇഷ്ടമുള്ളവർക്കാണെങ്കിൽ ഒരിക്കലും മിസ് ചെയ്യരുത് ഈ സ്റ്റോള്. പിന്നെ ഇനി അങ്ങോട്ട് നമ്മൾ പോകുന്നതെല്ലാം ബനാറസി സൽവാർ മെറ്റീരിയൽസ്, സാരീസ് കിട്ടുന്ന സ്റ്റോൾ, അതേപോലെ തന്നെ കോട്ടൺ ഫാബ്രിക്സ് കിട്ടുന്ന സ്റ്റോളിലോട്ടൊക്കെയാണ്. നമുക്ക് എന്തായാലും ഇനി അങ്ങോട്ട് വിശേഷങ്ങളൊക്കെ കണ്ടു പോകാം ഓരോ സ്റ്റോളിൻ്റെ. നെക്സ്റ്റ് ഞങ്ങൾ പോയത് സ്റ്റോൾ നമ്പർ 45 ചന്തേരി സിൽക്ക് സാരീസ് കിട്ടുന്ന ഒരു സ്റ്റോളിലോട്ടാണ്. ഒരുപാട് കളക്ഷൻസ് അവിടെ ഉണ്ടായിരുന്നു കേട്ടോ. ചന്തേരി സിൽക്സ് അതേപോലെ തന്നെ മഹേശ്വരി സിൽക്ക് സാരീസും ഉണ്ടായിരുന്നു. ചന്തേരി സിൽക്ക് സാരിക്ക് അവർ പറഞ്ഞ റേറ്റ് 2900 ആയിരുന്നു. അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു റേറ്റ് ആയിരുന്നു. ഒരുപാട് നല്ല കളക്ഷൻസും ഉണ്ടായിരുന്നു. ആക്ച്വലി വർത്ത് ആയിരുന്നു അത്.
നമ്മൾ നെക്സ്റ്റ് പോയത് സ്റ്റോൾ നമ്പർ 5 ഇവിടെ ഒരുപാട് അടിപൊളി കോട്ടൺ ഫാബ്രിക്സ് ആൻഡ് അൺസ്റ്റിച്ച് സൂട്ട്സ് ഉണ്ടായിരുന്നു. നല്ല അടിപൊളി കളക്ഷൻസ് ആയിരുന്നു. കോട്ടൺ ലവേഴ്സ് ഒരിക്കലും മിസ് ചെയ്യരുത്. അത്രയധികം ഫാബ്രിക്സ് ഇവിടെ ഉണ്ടായിരുന്നു. സ്റ്റാർട്ടിംഗ് പ്രൈസ് ഓൾമോസ്റ്റ് ഒരു 220 റുപ്പീസ് ആയിരുന്നു. അങ്ങനെ ഞങ്ങളുടെ ഫേവറേറ്റ് സ്റ്റാളിൻ്റെ അവിടെ ഞങ്ങൾ എത്തി. സ്റ്റാൾ നമ്പർ 1 ചിക്കൻ കറി കുർത്തി, സൽവാർ മെറ്റീരിയൽ, സാരീസ്, ദുപ്പട്ടാസ്. ഇവിടെ കിട്ടാത്തതായിട്ട് ഒന്നുമില്ല. അത്രയധികം വെറൈറ്റീസ് ഓഫ് ചിക്കൻ കറി കളക്ഷൻസ് ഇവിടെ ഉണ്ട്. ഇപ്പോൾ ആ ചേട്ടൻ കാണിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സൽവാർ സൂട്ടിൻ്റെ ആണ്. അതൊരു ഒറ്റ പീസിലാണ് വരുന്നത്. 3500 ആയിരുന്നു അതിൻ്റെ റേറ്റ് വരുന്നത്. അടിപൊളി കളറും മെറ്റീരിയലും അതിൻ്റെ വർക്കൊക്കെ ഭയങ്കര രസമായിരുന്നു. വന്നിരിക്കുന്നത് സ്റ്റോൾ നമ്പർ 39 ഇവിടെ ഹാൻഡ്ലൂം സിൽക്കിന്റെ സാരീസ്, സൽവാർ മെറ്റീരിയൽസ് ഒക്കെ ആയിരുന്നു. അത്യാവശ്യം നല്ല ബ്രൈറ്റ് ബോൾഡ് കളേഴ്സിലുള്ള സൽവാർ സൂട്ട്സ് ഒക്കെ ഇവിടെ ഉണ്ടായിരുന്നു. ഇപ്പൊ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന നല്ല ബോൾഡ് ആൻഡ് ബ്രൈറ്റ് കളേഴ്സിലുള്ള സൽവാർ സൂട്ട്സിന്റെ കളക്ഷൻസ് ആണ്. ഇതിന്റെയൊക്കെ റേറ്റ് വരുന്ന ഓൾമോസ്റ്റ് ഒരു 1200-300 റുപ്പീസ് ഒക്കെ ആയിരുന്നു. പറയാണ്ടിരിക്കാൻ പറ്റില്ല, നല്ല മെറ്റീരിയൽ ആയിരുന്നു. അതേപോലെ തന്നെ കളേഴ്സ് ഒക്കെ അടിപൊളിയായിരുന്നു. അപ്പൊ നിങ്ങൾ എന്തായാലും ഇവിടെ വരുമ്പോൾ ഈ കളക്ഷൻസ് ഒന്നും മിസ് ഔട്ട് ചെയ്യരുത്.
കണ്ടുകൊണ്ടിരിക്കുന്ന ഒരുപാട് വെറൈറ്റീസ് ഓഫ് ബാഗിന്റെ കളക്ഷൻസ് ഉള്ള ഒരു സ്റ്റോളാണ്. ഇവിടുത്തെ സ്റ്റാർട്ടിംഗ് പ്രൈസ് 250 ആയിരുന്നു. നല്ല കളക്ഷൻസ് ആയിരുന്നു അവിടെ ഉണ്ടായിരുന്നത്. അതേപോലെ തന്നെ എടുത്തു പറയേണ്ടതാണ് ഈ ബെഡ്ഷീറ്റ് ഒക്കെ കിട്ടുന്ന സ്റ്റോളിന്റെ കട. നല്ല അടിപൊളി കോട്ടൺ ടൈപ്പ് ബെഡ്ഷീറ്റ്സ് കിട്ടുന്ന സ്ഥലമാണ്. ഇതുവരെ കണ്ട സ്റ്റോൾസ് എല്ലാം നമ്മൾ 3 years ആയിട്ട് കണ്ടുവരുന്ന സ്റ്റോൾസ് തന്നെയാണ്. പക്ഷെ ഈ സ്റ്റോളാണ് ഇക്കൊല്ലത്തെ ഹൈലൈറ്റ്. ഒരുപാട് വെറൈറ്റീസ് ഓഫ് കളക്ഷൻസ് ഈ സ്റ്റോളിൽ ഉണ്ടായിരുന്നു. നമ്മൾ ഇത്രയും നേരം കണ്ടതുപോലെയല്ല, ഇവിടെ ഉണ്ടായിരുന്ന കളക്ഷൻസ് എല്ലാം ഭയങ്കര യുണീക്ക് ആയിരുന്നു. ഈ എക്സിബിഷൻ വന്നിട്ട് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടുള്ള സ്റ്റോള് ഒന്ന് ചിക്കൻ കറിയുടെയും അതേപോലെ തന്നെ ഈ സ്റ്റോളായിരുന്നു. കാരണം ഈ സ്റ്റോള് ഭയങ്കര യുണീക്ക് ആയിരുന്നു. ഇവിടുത്തെ കളക്ഷൻസും അതേപോലെ തന്നെയായിരുന്നു. ഒരുപാട് ടൈപ്പ് ഓഫ് ഫ്രോക്സ്, അതേപോലെ തന്നെ കഫ്താൻ ഡ്രസ്സസ്, കോഡ് സെറ്റ്, ടോപ്പ് ആൻഡ് സ്കേർട്ട്, അങ്ങനത്തെ ഒരുപാട് വെറൈറ്റീസ് ഓഫ് കളക്ഷൻസ് ആയിരുന്നു ഈ സ്റ്റോളിൽ ഉണ്ടായിരുന്നത്. അപ്പൊ ഇങ്ങനത്തെ വെറൈറ്റീസ് ഓഫ് ഡ്രസ്സസ് ഇഷ്ടപ്പെടുന്നവർ ആരും തന്നെ ഈ സ്റ്റോള് മിസ് ഔട്ട് ചെയ്യരുത് കേട്ടോ.
കണ്ടവർക്ക് എല്ലാവർക്കും അറിയാം ഞങ്ങൾക്ക് കോലാപ്പൂരി ചപ്പൽസ് എന്തോരം ഇഷ്ടമാണെന്നുള്ളത്. ലാസ്റ്റ് ടൈം തന്നെ ഞങ്ങൾ ഇവിടുന്ന് മേടിച്ച കോലാപ്പൂരി ചപ്പലാണ് ദേ മമ്മി ഇട്ടുകൊണ്ട് വന്നിരിക്കുന്നത്. ഇത്തവണ എന്തായാലും ഞങ്ങളൊന്നും മേടിച്ചില്ല, പക്ഷെ ഇവിടെ ഒരുപാട് വെറൈറ്റീസ് ഓഫ് പുതിയ കളക്ഷൻസ് വന്നിട്ടുണ്ട്, മൊഡാൾ ടൈപ്പ് ഒക്കെ. അപ്പൊ നിങ്ങൾക്ക് എന്തായാലും കോലാപ്പൂരി ഇഷ്ടപ്പെടുന്നവർക്കൊക്കെ അത് ചെക്ക്ഔട്ട് ചെയ്യാവുന്നതാണ്. നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഒരുപാട് വുഡന്റെ ഐറ്റംസ് ആണ്. അടിപൊളി കളക്ഷൻസ് ആയിരുന്നു കേട്ടോ അവിടെ ഉണ്ടായിരുന്നത്. അതിനകത്ത് കട്ടിംഗ് ബോർഡൊക്കെ വരുമ്പോൾ തന്നെ അടിപൊളി നല്ല തടിയിലുണ്ടാക്കിയ കട്ടിംഗ് ബോർഡാണ്. വലുതൊക്കെ വരുമ്പോഴത്തേക്കും ഒരു 1000 rupees, ചെറുതാണെങ്കിൽ ഒരു 600-700 ആയിരുന്നു. അതിൽ ഏറ്റവും ക്യൂട്ടായിട്ട് തോന്നിയത് ഈ ഗ്രാമഫോൺ ആണ്. എന്ത് രസമല്ലേ കാണാനായിട്ട്, ഒരു ഷോ പീസ് ആയിട്ടൊക്കെ നമുക്ക് യൂസ് ചെയ്യാം. ഇത് കഴിഞ്ഞ് വീട്ടിൽ ചെന്ന് വീഡിയോ കണ്ടപ്പോഴാണ് അത് എടുക്കായിരുന്നു എന്ന് ഞങ്ങൾക്ക് തോന്നിയത്. അങ്ങനെ നമ്മുടെ ഷോപ്പിംഗ് എല്ലാം കഴിഞ്ഞത് പുറത്തോട്ട് ഇറങ്ങിയപ്പോഴാണ് ഈ ഫുഡ്വെയർ സ്റ്റോൾ കണ്ടത്. അപ്പോൾ നമുക്ക് അവിടുത്തെ കളക്ഷൻസ് കൂടി ഒന്ന് ചെക്കൗട്ട് ചെയ്തിട്ട് പോകാമെന്ന് വിചാരിച്ചു. അത് കഴിഞ്ഞ് നമുക്ക് സെറാമിക്കിൻ്റെ സ്റ്റോളിലോട്ടാണ് നമ്മൾ പോകുന്നത്. അപ്പോൾ നമുക്ക് ഇവിടുത്തെ കളക്ഷൻസ് ഒക്കെ കണ്ടിട്ട് അങ്ങോട്ട് പോകാം. അപ്പോൾ നമ്മുടെ ലാസ്റ്റ് സ്റ്റോളിലോട്ട് നമ്മൾ എത്തിയിട്ടുണ്ട്. ഒരുപാട് ക്യൂട്ടായിട്ടുള്ള സെറാമിക് കളക്ഷൻസ് ഇവിടെ ഉണ്ടായിരുന്നു. എന്ത് ഭംഗിയാലും ഇതൊക്കെ കാണാനായിട്ട്. ഇവിടുത്തെ പർച്ചേസും കഴിഞ്ഞതേ നമ്മളിവിടെ നിന്ന് ഇറങ്ങാം കേട്ടോ. അപ്പോൾ നമ്മുടെ ഇന്നത്തെ ഷോപ്പിംഗ് ഇവിടെ അവസാനിക്കുകയാണ്.
ഞങ്ങൾ ഷോപ്പിംഗ് എല്ലാം കഴിഞ്ഞ് ഞങ്ങളിത് പുറത്തോട്ട് ഇറങ്ങി. ഒന്നും കൂടി ഓർമ്മിപ്പിക്കുക കേട്ടോ, August 17 വരെയാണ് എക്സിബിഷൻ ഉള്ളത്. കലൂർ ജവഹർലാൽ നെഹ്റു സ്റ്റേഡിയത്തിലാണ് ഈ എക്സിബിഷൻ കണ്ടക്ട് ചെയ്യുന്നത്. അപ്പോൾ ആരും മിസ് ഔട്ട് ചെയ്യരുത്. ഇനി പോകാനുള്ളവരൊക്കെ എത്രയും പെട്ടെന്ന് തന്നെ പോകാം. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ്. ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ്. അപ്പോൾ അടുത്തൊരു അടിപൊളി വീഡിയോയുമായി വീണ്ടും കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ് അവർ വീഡിയോ. ബൈ.